ഹായ് ഫ്രണ്ട്സ്, സ്റ്റേറ്റ് ടെക് പവറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ രണ്ട് ബ്രാൻഡഡ് ഇൻവെർട്ടറുകളുടെ ട്രാൻസ്ഫോമർ ചെക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ ഞാൻ ഓൾറെഡി ഒരു ക്രോപ്റ്റൻ്റെ ഇൻവെർട്ടറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബോർഡ് മാത്രം നമ്മൾ ചേഞ്ച് ചെയ്തതാണ്. ബോർഡ് ക്രോപ്റ്റൻ്റെ അല്ല, പക്ഷേ ട്രാൻസ്ഫോമർ ക്രോപ്റ്റൻ്റെയാണ്. അപ്പോൾ അതിൻ്റെ ട്രാൻസ്ഫോമറിൻ്റെ എഫിഷ്യൻസി അല്ലെന്നുണ്ടെങ്കിൽ ആ ട്രാൻസ്ഫോമർ എത്ര ആംബിയറാണ് എടുക്കുന്നത്, നോ ലോഡിൽ എത്ര ആംബിയർ എടുക്കുന്നു എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി മെഷർ ചെയ്യാൻ വേണ്ടി DC വോൾട്ട് ആൻഡ് ആംബിയർ മീറ്റർ വെച്ചിട്ടുണ്ട്. റെഡിൽ കാണിക്കുന്നത് ആംബിയറും ഗ്രീനിൽ കാണിക്കുന്നത് DC വോൾട്ടേജുമാണ്. ഞാൻ സ്വിച്ച് ഓൺ ചെയ്യുകയാണ്. ഇപ്പം സ്വിച്ച് ഓൺ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഇതിനകത്ത് നോ ലോഡ് കറണ്ട് എന്ന് കാണിക്കുന്നത് 3.6 ആംബിയറാണ്. ഈ ക്രോപ്റ്റൻ്റെ ട്രാൻസ്ഫോമറാണ്. അപ്പോൾ അത് നോ ലോഡ് കറണ്ട് കാണിക്കുന്നത് 3.6 ആണ്. അപ്പോൾ അത് അത്ര എടുക്കാൻ പാടില്ല. ഇത്ര എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഒരു 1 kVയുടെ ഒരു ട്രാൻസ്ഫോമർ മാക്സിമം 2 സംതിങ് ആംബിയർ എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ 1.5നും 2 ആംബിയറിനടുത്ത് മാത്രമേ ഒരു 1 kVയുടെ ട്രാൻസ്ഫോമർ എടുക്കാൻ പാടുള്ളൂ, നോ ലോഡ് കറണ്ടായിട്ട് എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇത് ക്രോപ്റ്റൻ്റെയാണ്, ഈ ട്രാൻസ്ഫോമർ ക്രോപ്റ്റൻ്റെയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട് സൈഡ് ഞാൻ കാണിച്ചു തരാം. ക്രോപ്റ്റൺ എന്ന് എഴുതിയിരിക്കുന്നതെല്ലാം ഞാൻ കാണിച്ചു തരാം. അപ്പം ഇങ്ങനെ എടുത്തു കഴിയുമ്പോൾ നമ്മൾ കണക്ട് ചെയ്യുന്ന ബാറ്ററിയുടെ കറണ്ടിനെ ഇത് കൂടുതൽ വേസ്റ്റ് ചെയ്യുകയാണ്. അപ്പം സാധാരണ 2 ആംബിയർ നോ ലോഡ് എടുക്കേണ്ട ഭാഗത്ത് ഇത് 3.5 3.6 എടുക്കുമ്പോൾ കൂടുതൽ 1.5 ആംബിയറോളം വേസ്റ്റ് ചെയ്യുകയാണ്. നമ്മുടെ ക്രോപ്റ്റൺ എന്ന് എഴുതിയിരിക്കുന്നുണ്ടോ, ബ്രാൻഡ് നെയിം ക്രോപ്റ്റൺ എന്ന് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ട്രാൻസ്ഫോമറാണ് ഈ ഇത്രയും ആംബിയർ എടുക്കുന്നത്. ഞാനിപ്പം ലൂമിനസിൻ്റെ സെയിം കപ്പാസിറ്റി ഉള്ള ഒരു ഇൻവെർട്ടറിൻ്റെ ട്രാൻസ്ഫോമർ സെയിം ബോർഡിലേക്ക് ഞാൻ കണക്ട് ചെയ്യുകയാണ്. കണക്ട് ചെയ്തിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന ട്രാൻസ്ഫോമറിൻ്റെ കണക്ഷൻ എല്ലാം അഴിച്ചു മാറ്റിയിട്ട് ലൂമിനസിൻ്റെ കണക്ഷൻ കൊടുത്തു, ട്രാൻസ്ഫോമറിൻ്റെ കണക്ഷൻ കൊടുത്തു. നമുക്കിവിടെ മെഷർ ചെയ്യാം. ഞാൻ ഓൺ ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ ഇവിടെ വോൾട്ടേജ് കാണിക്കുന്നുണ്ട്, ബാറ്ററി വോൾട്ടേജും ഈ സൈഡിൽ ആംബിയറുമാണ്. ഇപ്പോൾ ഞാൻ ഓൺ ചെയ്യുകയാണ്. ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓൺ ചെയ്ത് കഴിയുമ്പോഴും നമുക്ക് ഈ ലൂമിനസിൻ്റെ ട്രാൻസ്ഫോമർ നോ ലോഡ് കറണ്ട് എത്രയാണ് എടുക്കുന്നതെന്ന് കാണിക്കുക. അപ്പോൾ ഇതിനകത്ത് കാണിക്കുന്നത് 2.1 അല്ലെങ്കിൽ 2 ആംബിയറാണ് നോ ലോഡ് കറണ്ടായിട്ട് കാണിക്കുന്നത്. ഇതാണ് കറക്റ്റ്. അപ്പോൾ ഒരു 1 kVയുടെ ട്രാൻസ്ഫോമർ 1.5നും 2 ആംബിയറിനും അടുത്ത് ആ ഒരു റേഞ്ച് മാത്രമേ എടുക്കാൻ പാടുള്ളൂ, നോ ലോഡ് കറണ്ടായിട്ട് എടുക്കാൻ പാടുള്ളൂ. ഇപ്പം ഞാൻ ഓൾറെഡി ഈ ട്രാൻസ്ഫോമറിൻ്റെ വ്യത്യാസം, ഇപ്പം ക്രോപ്റ്റൻ്റെ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടുതൽ ബാറ്ററിയുടെ കറണ്ടിനെ വേസ്റ്റ് ചെയ്യുകയാണ്. 3.6 എന്ന് പറയുമ്പോൾ അതിനകത്ത് 2 ആംബിയർ ഓക്കെ, അതിനകത്ത് ബാക്കി 1.6 ആംബിയർ വെറുതെ വേസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാനിപ്പോൾ ഒരു 100 വാട്ട്സ് ബൾബ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ബൾബ് ഞാൻ കണക്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പം എത്ര ആംബിയറാണ് ആ ബൾബ് കണക്ട് ചെയ്യുമ്പോൾ എടുക്കുന്നതെന്ന് കാണിച്ചു തരാം. അപ്പം ഇതാണ് ഈ രണ്ട് ബ്രാൻഡഡ് കമ്പനികളുടെയും ട്രാൻസ്ഫോമറിൻ്റെ ക്വാളിറ്റി ഞാൻ മനസ്സിലാക്കി തന്നല്ലോ. ഇപ്പം അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ലൂമിനസ് ബ്രാൻഡുകൾ മാത്രം സജസ്റ്റ് ചെയ്യുന്നത്. ഞാൻ ഒരു 100 വാട്ട്സ് ബൾബ് എടുത്തിട്ടുണ്ട്. ആ ബൾബ് ഞാൻ കണക്ട് ചെയ്യാം. കണക്ട് ചെയ്തതിന് ശേഷം നമുക്ക് 100 വാട്ട്സ് ബൾബ് ഒരു 8.3 ആംബിയർ എടുക്കും. DC ആംബിയർ എടുക്കുന്നതാണ് 8.3. അപ്പം ഞാനിത് കണക്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ ഈ 2.2 ആംബിയർ ഇവിടെ കാണിക്കുന്നുണ്ടല്ലോ, നോ ലോഡ് കറണ്ട് 2 ആംബിയറാണ് പ്ലസ് 8.3 ആംബിയറും കൂടെ വരും. അപ്പം ടോട്ടൽ 10.3 ആംബിയർ കാണിക്കുന്നതാണ്. ഇപ്പം ഈ ബൾബ് 100 വാട്ട്സ് പക്ക 100 വാട്ട്സ് ആണെങ്കിൽ 10.3 കാണിക്കുന്നുണ്ടാകും. ഈ ബൾബ് കറക്റ്റ് 100 വാട്ട്സ് ആണ്, അതുകൊണ്ടാണ് ഏകദേശം 10.2 കാണിക്കുന്നത്. ഇനിയിപ്പം 200 വാട്ട്സ് ബൾബാണ് നമ്മൾ കണക്ട് ചെയ്യുന്നതെങ്കിൽ ബൾബ് മാത്രം 16 ആംബിയർ 16 ആംപ്സ് എടുക്കുന്നതാണ്. പിന്നെ പ്ലസ് നോ ലോഡ് കറണ്ട് 2, അപ്പം ഒരു 18 ആംബിയർ ടോട്ടൽ എടുക്കുന്നതായിരിക്കും. 200 വാട്ട്സിൻ്റെ ബൾബ് എടുക്കുന്ന ആംബിയർ 16 ആംബിയറാണ്.